ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മൈക്കിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു മൈക്കിൻ്റെ അൺബോക്സിങ് വീഡിയോ. സോ യൂട്യൂബേഴ്സിനൊക്കെ, ബിഗിനർ ആയിട്ടുള്ള യൂട്യൂബേഴ്സിനൊക്കെ പറ്റിയ ഏറ്റവും നല്ല മൈക്ക് ഏതാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരമൊക്കെയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. സോ നമുക്ക് വൈകിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഈ സാധനം ഒന്ന് തുറന്ന് നോക്കാം, ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡിൽ കൂടെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വാങ്ങിക്കുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 690 രൂപയാണ് കേട്ടോ. അത് അത്രയും വലിയൊരു വിലയൊന്നും അല്ല. ഓക്കെ, അപ്പോൾ ആ വിലയാണ് ഇതിനുള്ളത്. അപ്പം തട്ടലും പൊട്ടലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാലൊക്കെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബബിൾ റാപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് വളരെ നല്ലൊരു പാക്കിംഗ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് ഇതിൻ്റെ ബോക്സാണ്, ബോയയുടെ ബോക്സാണ്. BY-M1 എന്ന് എഴുതിയിട്ടുണ്ട്. അവരെല്ലാ ഡീറ്റെയിൽസും വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്, അവരുടെ ലൈസൻസ് പോലെ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ബാക്കിലോട്ട് നോക്കാം. ബാക്കിലുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ പിന്നിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ എത്രയാണ് നീളം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ വൃത്തിയായിട്ട് സമയം കിട്ടുന്ന സമയത്ത് ഇരുന്ന് വായിക്കാവുന്നതാണ്, എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്നൊക്കെ. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം തുറന്ന് നോക്കാം. ശരിക്കും പാക്കേജ് തുറന്ന് നോക്കാം. കാണുമ്പോൾ ഫ്രഷ് പീസായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ആരും യൂസ് ചെയ്തിട്ടുള്ള പോലെയൊന്നും തോന്നുന്നില്ല. സോ നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്തൊരു ബ്ലാക്ക് കളറിൽ എന്തോ കാണുന്നുണ്ട്. ബ്ലാക്ക് പൗച്ചാണ്, അതിൻ്റെ ഒരു ബ്ലാക്ക് പൗച്ചാണ് കാണുന്നത്. പെട്ടിക്കകത്ത് വേറെ ഒന്നുമില്ല. പെട്ടി നല്ല വൃത്തിയുള്ള പെട്ടിയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പം നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൊടുത്തിരിക്കുന്ന ഒരു യൂസർ മാനുവലാണ്. എല്ലാത്തിലും കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഒരു യൂസർ മാനുവൽ ഇതിനും കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അത് നോക്കേണ്ടതെന്നുള്ള ഒരു യൂസർ മാനുവൽ അതിന് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. പിന്നെ ഉള്ളതൊരു പൗച്ചാണ്. അതിൽ ബോയ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അവരുടെ തന്നെ ലോഗോ പോലെ വെച്ചിട്ട് ഉള്ളൊരു പൗച്ചാണ്. ഒരു പേഴ്സ് പോലത്തെ ഒരു സാധനം, നമുക്കത് വെക്കാൻ പറ്റുന്ന, മൈക്ക് വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇനി അതിനകത്ത് നോക്കുന്ന സമയത്ത് മൈക്ക് അവർ ചുമ്മാ അങ്ങനെ ഇട്ടേക്കുവാണ്, ചുരുട്ടിയിട്ട് അതിൻ്റെ സാധനങ്ങൾ മടക്കിയിട്ട് അതിനകത്ത് ആ ഒരു പൗച്ചിനകത്ത് ഇട്ടേക്കുവാണ് നമ്മുടെ മൈക്ക് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ വേറെ സാധനം നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു വിൻഷീൽഡും പിന്നൊക്കെ കാണുന്നു. അതുപോലെ തന്നെ അതിനകത്ത് സിലിക്കയും വാറണ്ടി കാർഡും ഉണ്ട് കേട്ടോ. അത് ഞാൻ എടുത്ത് പുറത്തിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ ഇതിൽ നോക്കുന്ന സമയത്ത് നമുക്ക് വിൻഷീൽഡ് കാണാം. വിൻഷീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോയ്സ് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ, അതുപോലെ പൊടിയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിറ്റിയിലുള്ള, നല്ല ക്വാളിറ്റിയുള്ള വിൻഷീൽഡും. പിന്നെ വലിയ പിന്നാണുള്ളത്, നമുക്ക് വേറെ പല കാര്യത്തിനും വേണ്ടി കണക്ട് ചെയ്യാൻ, ക്യാമറയിലേക്കൊക്കെ ഇത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ പിന്നായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം വിൻഷീൽഡും അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ലൊരു വിൻഷീൽഡ് തന്നെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. കൊള്ളാം, നല്ലൊരു വിൻഷീൽഡാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം എയർ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കുന്നത് അതിലൊരു ബാറ്ററി ഉണ്ട്. ഒരു ബാറ്ററി, ഈ ബാറ്ററി എനിക്ക് തോന്നുന്നു അതിനകത്ത് ഇടാനുള്ളൊരു ബാറ്ററി ആണ്. അപ്പോൾ നമുക്കത് ഇട്ട് നോക്കിയിട്ട് പറയാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു ക്ലിപ്പാണ്. ഈ ക്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ ക്ലിപ്പാണ്. ഇത് റബ്ബർ ക്ലിപ്പാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അല്ല, നമുക്ക് വെയിറ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതൊരു മെറ്റലായിട്ടുള്ള ക്ലിപ്പാണ്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു മെറ്റൽ ക്ലിപ്പ് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ആ ക്ലിപ്പ് നമുക്ക് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ വയർ, കേബിളിൻ്റെ നല്ല നീളം കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് നീളമുണ്ട്. എനിക്ക് തോന്നുന്നു 6 മീറ്ററാണ് ഇതിൻ്റെ നീളം. ഇനി ബോഡിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബോഡിയും നല്ല മെറ്റലായിട്ടുള്ളൊരു ബോഡി ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് അഴിച്ചു നോക്കാം. നമുക്ക് അഴിച്ചു നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു ബാറ്ററി ഇടാനുള്ള ഒരു സാധനം അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്ലിപ്പ്, നമുക്ക് എവിടെയെങ്കിലും പിൻ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു ക്ലിപ്പ് അതിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് അതിൻ്റെ സൈഡിലായിട്ട് എഴുതിയിട്ടുള്ളത് ക്യാമറാസും അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺസ് ഓഫ് എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു സ്മാർട്ട് ഫോണിൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. മനസ്സിലായി, ഈ സ്മാർട്ട് ഫോണിൽ അത് ഓഫ് ചെയ്ത് വെക്കാം. ബാറ്ററിയുടെ ആവശ്യമില്ല. പക്ഷേ ക്യാമറ വരുന്ന സമയത്ത് നമ്മൾ ബാറ്ററി ഇടേണ്ടി വരും എന്നുള്ളതാണ് അവർ കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. സോ നമുക്ക് ആ ബാറ്ററി അതിലേക്ക് ഇട്ട് നോക്കാം. ബാറ്ററി ഇട്ട് നോക്കാം. നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഞാൻ ബാറ്ററി ഇട്ടിട്ടുണ്ട്, നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഈ മൈക്ക് നമുക്ക് വെച്ചിട്ട് സംസാരിക്കാം. ഈ മൈക്കിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്ക് സാധാരണ ആപ്ലിക്കേഷനിലൊന്നും സപ്പോർട്ട് ആവില്ല. നമ്മുടെ മൊബൈൽ സാധാരണ പോലെ സപ്പോർട്ട് ആവില്ല. ഇത് സപ്പോർട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഓപ്പൺ ക്യാമറ പോലെയുള്ള ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു എന്താ പറയുക ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ശേഷം അതിൽ എക്സ്റ്റേണൽ മൈക്കിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്.
അത് എനേബിൾ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന ഒരു മൈക്ക് നമുക്ക് സപ്പോർട്ട് ആവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ മൈക്ക് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. ആ ഒരു ഡിസ്ക്രിപ്ഷൻ നോക്കുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇനി ഇതിലെ മെയിൻ പാർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മൈക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ വിൻഷീൽഡ് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് സംസാരിക്കണം. ആ ക്ലിപ്പും അറ്റാച്ച് ചെയ്ത ശേഷം നമുക്ക് എങ്ങനെയാണ് ഇത് നമ്മുടെ മൊബൈൽ ഫോണിൽ വെച്ചിട്ട് സംസാരിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് മൈക്കില്ലാതെയാണ്. ഓക്കെ, മൈക്കില്ലാതെയാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ മൈക്ക് വെച്ചിട്ട് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ശബ്ദം വ്യത്യാസം എന്നുള്ളത്. എൻ്റെ റൂമിൽ ഭയങ്കര സൈലൻസ് ആയതുകൊണ്ടാണ് എൻ്റെ വോയിസ് ഇത്രയും ക്ലിയർ ആയിട്ട് കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൈക്ക് വെച്ചിട്ട് നമുക്ക് കേട്ട് നോക്കാം എങ്ങനെയായിരിക്കും എൻ്റെ വോയിസ് ചേഞ്ച് വരിക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഈ മൈക്ക് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ച്, വോയിസിലെ ചേഞ്ച് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു വ്യത്യാസം, ഒരു ബസ് ഫീൽ ചെയ്യും എന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ ഇത് നല്ലൊരു മൈക്കാണ്. ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്ന് 690 രൂപയ്ക്കാണ് ഈ മൈക്ക് വാങ്ങിക്കുന്നത്. സോ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ബിഗിനേഴ്സിനെ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മൈക്കാണ് ഇതെന്ന്. 690 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു എമൗണ്ട് ഒന്നുമല്ല. ഞാൻ നേരത്തെ 200 രൂപയുടെയും 300 രൂപയുടെയും മൈക്ക് എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ കണ്ടിട്ട് അതൊക്കെ പോയി വാങ്ങിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടാതെ തിരിച്ചു കൊടുക്കേണ്ടുന്ന സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. പിന്നെയും കുറേ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ കണ്ട് അറിയുന്ന കുറേ പേരുടെ സജഷൻസൊക്കെ വഴിയാണ് ഞാൻ ബോയയുടെ മൈക്ക് വാങ്ങിക്കുന്നത്. അപ്പം അത്യാവശ്യം കൊള്ളാം, നല്ല മൈക്കാണ്. ബിഗിനേഴ്സ് ആണെങ്കിലും സ്റ്റാൻഡേർഡ് ഉള്ള മൈക്കാണ്, നമുക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല വോയിസ് ക്ലാരിറ്റി ഒക്കെ തരുന്നുണ്ട്, നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണെങ്കിൽ യൂട്യൂബ് വീഡിയോസ് ചെയ്യാൻ, റീൽസ് ചെയ്യാനൊക്കെ നമുക്ക് തീർച്ചയായിട്ടും വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൈക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ക്യാമറയിൽ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. ഇത് എക്സ്റ്റേണലായിട്ട് നമ്മളൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇതിനു വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യണം. ഓപ്പൺ ക്യാമറ പോലെയുള്ള ആപ്ലിക്കേഷൻസ്, അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, കംപ്ലീറ്റ് ഫ്രീ ആണ്. ബാക്കിയും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, പക്ഷേ അതൊക്കെ പെയ്ഡാണ്. ഓപ്പൺ ക്യാമറ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പം കംപ്ലീറ്റ്ലി റോ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും ഓപ്പൺ ക്യാമറയിലാണ്. അപ്പം ഇതിൻ്റെ വയർ 6 മീറ്റർ നീളമുള്ള വയറാണ് ഇവർ തന്നിരിക്കുന്നത്. സോ നല്ല ലെങ്ത് തന്നെ, നമുക്ക് നല്ല ദൂരത്ത് നിന്ന് സംസാരിക്കാനൊക്കെ പറ്റും. അപ്പം എന്തായാലും താല്പര്യമുള്ളവർ ഈ മൈക്ക് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ.